വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ എന്റെ ആടുകളിൽ പെടുന്നവരല്ല. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയുംക്കാൾ വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. ഓർമ്മിക്കുക, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാത്തതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അനുഭവമായി മാറാത്തത്. ഈശോയുടെ രൂപാന്തരീകരണമാണ് പ്രധാനം. ഈശോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊന്നായി മാറുവാൻ സാധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് അത്ഭുതം നടന്നുവെന്ന് നാം പറയുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതമല്ല. അവിടെയെല്ലാം ഈശോയുടെ രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാനയിൽ ഗോതമ്പപ്പമായി രൂപാന്തരപ്പെടുന്നു. ഈ ഗോതമ്പപ്പം ഏതു വൈദികനും പരിക്രമം ചെയ്തു കഴിഞ്ഞാൽ അത് ഈശോയുടെ ശരീരമായി മാറുകയാണ്. നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഒരിക്കലും അതിന് ഉത്തരം ലഭിക്കുകയുമില്ല. ഈശോയുടെ ശരീരമായി മാറിയ ഗോതമ്പപ്പം ഇന്ന് ബ്ലാക്ക് മാസുകാർ ഒന്നിന് 10,000 രൂപ വില കൊടുത്ത് വാങ്ങുന്നു. കാരണം ആ ഗോതമ്പപ്പം ഈശോയുടെ ശരീരത്തിൽ നിന്നുമുള്ള മാംസ കഷ്ണമാണെന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ്. സാത്താൻ സേവക്കാർ ഈശോയെ അവഹേളിക്കുവാനും സാത്താനെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് ഇത്രയും വില കൊടുത്തു വാങ്ങുന്നത്. ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരഭാഗത്തു നിന്നുള്ളതാണെന്ന് പരിശോധിച്ചു ബോധ്യപ്പെട്ടതിനു ശേഷമേ ഇവർ വില നൽകാറുള്ളൂ. ആ തിരിച്ചറിവ് സാത്താൻ സേവക്കാർക്കുണ്ട്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഈശോയെ തിരിച്ചറിയുവാനുള്ള വിശ്വാസം പോലും നമുക്കില്ല എന്ന ദുഃഖസത്യം ഈ നോമ്പുകാലത്തെങ്കിലും തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തിരൂപനേ എന്റെ സ്നേഹനാഥനേ, എന്നും നിന്റേതാകുവാൻ എന്നിൽ വന്നു വാഴണേ. തിരുവോസ്തിയായെന്നും അവനെന്നെ സ്നേഹമായി മാറോടു ചേർത്തിടുമ്പോൾ തിരുവോസ്തിയായെന്നും
അവൻ എന്നിൽ ചൊരിഞ്ഞിടുന്നു. എന്റെ സ്നേഹനാഥനേ, എന്നും നിന്റേതാകുവാൻ എന്നിൽ വന്നു വാഴണേ. ബലിയായി നീ എന്നും മുറിയുമ്പോൾ, ജീവന്റെ അപ്പമായി മാറിടുമ്പോൾ, അണയാത്ത ദീപമായി എന്നുള്ളിൽ നിറഞ്ഞു നീ നിത്യവും ജ്വലിച്ചിടണേ. അണയാത്ത ദീപമായി എന്നുള്ളിൽ നിറഞ്ഞു നീ നിത്യവും ജ്വലിച്ചിടണേ. നിൻ സ്നേഹം ചൊരിഞ്ഞിടണേ. ഓ സ്തിരൂപനേ, എന്റെ സ്നേഹനാഥനേ, എന്നും നിന്റേതാകുവാൻ എന്നിൽ വന്നു വാഴണേ. ഓ സ്തിരൂപനേ, എന്റെ സ്നേഹനാഥനേ, എന്നും നിന്റേതാകുവാൻ എന്നിൽ